ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി വെക്കുന്നതിലേക്കായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി, ഒരു കുഞ്ഞു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇത് ഞാൻ അന്ന് മേടിച്ചില്ലേ ആ ഒരു ഫ്രൈയിങ് പാന്, അപ്പോൾ അതിലാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. അപ്പം അതിൽ കറി വയ്ക്കുന്നത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടൊമാറ്റോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചോപ്പറിലിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് വഴറ്റുക. എന്നിട്ട് ഞങ്ങളുടേത് കാശ്മീരി ചില്ലി പൗഡറാണെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ എരിവ് കുറവാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആ ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് ചോപ്പറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മസാല കരിഞ്ഞു പോകത്തുമില്ല, കളറും പോകത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച്, അതും ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരിക്കലും തണുത്ത വെള്ളം ഞാൻ കറി വയ്ക്കുമ്പോഴത്തേലും ഒഴിക്കാറില്ല. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മക്കളുടെ കാനഡ വിശേഷങ്ങളും കൂടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മീൻസ് അവരുടെ ഡെക്കറേഷൻ, ക്രിസ്മസ് ഡെക്കറേഷനും കൂടെ കുറച്ച് അവർ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടും കൂടെ എനിക്ക് അവരുടെ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അയച്ചു തന്ന ഞാൻ വീഡിയോസിൽ കൂടെ അവരുടെ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഞാൻ കടല വേവിച്ച് വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, മീൻസ് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആ കടല വേവിച്ച ആ വെള്ളം തന്നെയാണ് കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഈ കടലയുടെ കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി, ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല എടുത്ത്, ഈ കടല വെന്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ഞാൻ മിക്സിയിൽ ഇങ്ങനെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണേ. അപ്പം നിങ്ങളാരും ഇതുപോലെ എന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് വെക്കുന്നത്. അപ്പം ഞാനും പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പം ഇതൊരു രീതി. അപ്പം നിങ്ങളിങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ ആ ഒരു എരിവും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 മുതൽ അര വരെ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആ മിക്സി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതിലെ വെള്ളവും കൂടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് നമ്മുടെ കടല അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഗ്രേവി കുറുകും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ ഇപ്പം ഒരുവിധം ഗ്രേവിയൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കി എല്ലാം പാകമാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, അതിന് ശേഷം ലാസ്റ്റ് ആണ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഇനി അപ്പവും കൂടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്കൊരു ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ചാനലും കൂടിയുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെയും ലിങ്ക് ഞാനിതിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേൽ അതും കൂടെ അതിലെ വീഡിയോസും കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ
കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതിനുശേഷം അപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മാവ് അരച്ചെടുക്കുന്നതൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ എപ്പോഴും അത് തന്നെ കാണിക്കുമ്പോൾ ഇനി അതൊരു എന്താ പറയുന്ന ബോറിംഗ് ആവും. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ 2 അപ്പത്തിൻ്റെ പാത്രം വെച്ചിട്ട് ഞാൻ അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാണ്, ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ഇതിൻ്റെയൊക്കെ എനിക്ക് കാസ്റ്റ് അയണിൻ്റെ ഇത് മേടിക്കണം എന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിലാവുമ്പോഴത്തേൽ എണ്ണയും വേണ്ട ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഈ നോൺ സ്റ്റിക്ക് ഇങ്ങനെ മാറ്റാതെ കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതിൽ കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ച് വന്നതിന് ശേഷം ഞാൻ സാഞ്ചേട്ടനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ഇത് ഞായറാഴ്ചത്തെയാണ് കേട്ടോ. അപ്പോൾ ഇനി മക്കളുടെ കാനഡയിലെ ഡെക്കറേഷൻസും കാര്യങ്ങളുമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ദീപ്തിയുടെ വീടാണ്. ദീപ്തി എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോളാണ്. മൂത്ത മോളുടെ വീട്ടിലെ ഡെക്കറേഷൻസും കാര്യങ്ങളുമാണ് ഇതൊക്കെ. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഞാൻ അവരോട് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. അവർ വീഡിയോ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ മക്കളുടെയൊക്കെ ഡെക്കറേഷൻസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെതൊന്നും ഒന്നുമല്ല. അപ്പോൾ ഇതാണ് അവരുടെ വീട്ടിലെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ദീപ്തിയുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കാണിക്കുന്നത് ദിവ്യയുടെ വീടാണ്. ദിവ്യയുടെ വീട്ടിൽ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും അവൾ ചെയ്തിട്ടില്ല, അവൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് അവൾ ഈ അയച്ചു തന്നിരിക്കുന്നത്.